ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ജപമാലയുടെ 5-ാം ദിവസമായി എന്ന് പ്രത്യേകമായി നമ്മൾ കണ്ട് ധ്യാനിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ അതിശക്തമായ മാധ്യസ്ഥ ശക്തിയെക്കുറിച്ചാണ്. അതോടൊപ്പം തന്നെ അമ്മയോടൊപ്പം എന്ന ഈ യൂട്യൂബ് ശുശ്രൂഷയിലൂടെ ഇന്നേ ദിവസം പ്രത്യേകമായി നിയോഗം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇന്ന് ഈ ശുശ്രൂഷയിലും ആരാധനയിലും തുടർന്ന് നമ്മൾ ചെല്ലുന്ന ജപമാലയിലും പ്രത്യേകമായി കാഴ്ചവെക്കുക ജോലി മേഖലയിൽ തടസ്സമുള്ളവരെ, ജോലി സ്ഥിരപ്പെടാത്ത വ്യക്തികളെ പ്രത്യേകമായി കാഴ്ചവെച്ച് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഈ ദിവസം നമ്മൾ കാണാൻ പോകുന്ന തിരുവചനം അത് യോഹന്നാന്റെ സുവിശേഷമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 4-5 തിരുവചനങ്ങൾ അനേകം ആത്മീയ ഉൾക്കാഴ്ചകൾ നമ്മിലേക്ക് പകർന്നു നൽകുന്ന ദൈവത്തിൻ്റെ തിരുവചനങ്ങളാണ്. അവിടെ നമുക്ക് ഇപ്രകാരം വായിക്കാൻ സാധിക്കും. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരികരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 4-5 തിരുവചനം വായിക്കുമ്പോൾ ഇതിൻ്റെ സന്ദർഭം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാനായിലെ വിവാഹ വിരുന്ന് ആഘോഷവേളയിൽ വീഞ്ഞു തീർന്നുപോയ അവസരത്തിൽ പരിശുദ്ധ അമ്മ തന്റെ മകനായ യേശുവിനെ സമീപിച്ച് ഇപ്രകാരം പറയുകയാണ്, അവർക്ക് വീഞ്ഞില്ല എന്ന്. ഇങ്ങനെ വീഞ്ഞില്ല എന്ന് യേശുവിനോട് പരിശുദ്ധമ്മ കുടുംബത്തിന്റെ വേദന പങ്കുവയ്ക്കുമ്പോൾ കർത്താവായ യേശു പരിശുദ്ധമ്മയോട് നൽകുന്ന മറുപടി ഇപ്രകാരമാണ്, എൻ്റെ സമയം ആയിട്ടില്ല എന്നാണ്. എൻ്റെ സമയം ആയിട്ടില്ല എന്ന് തൻ്റെ പ്രിയപ്പെട്ട മാതാവിനോട് ഈശോ പറയുമ്പോൾ അത് മറ്റൊരു വാക്കി പറഞ്ഞാൽ തനിക്ക് ഈ ലോകത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനും ദൈവികമായ ദൗത്യം തുടങ്ങാനും പിതാവ് നിശ്ചയിച്ച സമയം ആയിട്ടില്ല എന്ന് ആ വാക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. പിതാവായ ദൈവം തന്റെ പുത്രൻ ഈ ലോകത്ത് തന്നെ ദൗത്യം ആരംഭിക്കാൻ നിശ്ചയിച്ച ഒരു സമയമുണ്ട്. ഈ സമയം ആയിട്ടില്ല, തനിക്ക് തന്റെ പിതാവിന്റെ അനുവാദം ലഭിച്ചിട്ടില്ല, തനിക്ക് ഇനിയും കാത്തിരിക്കേണ്ടി വരും, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് കർത്താവായ ഈശോ പറയുമ്പോൾ പ്രിയമുള്ളവരെ, ഈശോയുടെ ഈ വാക്കുകൾ പരിശുദ്ധ മാതാവിനെ നിരുത്സാഹപ്പെടുത്തുന്നില്ല. ഞാനും നിങ്ങളൊക്കെയാണെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും പറയുമ്പോൾ നമ്മൾ വേഗം ആ മേഖലയിൽ നിന്ന് പിൻവാങ്ങും. ഇനി ആ വഴി പോയിട്ട് കാര്യമില്ല, ഇനി ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം ആ വ്യക്തിയുടെ നയം വ്യക്തമാക്കിയത്. ഈശോ ഇങ്ങനെ പറയുമ്പോൾ നീ അതൊന്നും പരിശുദ്ധ അമ്മയെ പിന്തിരിപ്പിക്കാൻ ഇടയാക്കുന്നില്ല. പരിശുദ്ധ അമ്മ ഇതൊന്നും ശ്രദ്ധിക്കാതെ പ്രിയമുള്ളവരെ, എന്താണ് പരിശുദ്ധ അമ്മ പറയുക? യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം വചനം വായിക്കുമ്പോൾ പരിശുദ്ധ മാതാവ് അവിടെയുള്ള പരിചാരകരോട് പറയുകയാണ്, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. നീ എൻ്റെ മകൻ എന്തെങ്കിലും പറയും കേട്ടോ, എൻ്റെ മകൻ പറയുന്നത് നിങ്ങൾ ചെയ്യണം. ഇതൊരു ഉറച്ച വിശ്വാസമാണ്. ഒരമ്മയ്ക്ക് മകനിലുള്ള വിശ്വാസമാണ്. പരിശുദ്ധ അമ്മയ്ക്ക് ദൈവത്തിലുള്ള വിശ്വാസമാണ്. താൻ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ നീ അത് കർത്താവ് ദൈവം ഒരിക്കലും നിരസിക്കത്തില്ല. ഇതൊരു ഉറച്ച വിശ്വാസം, ഒരു ഉറച്ച ബോധ്യമാണ്. ഈ ഒരു ബോധ്യം പരിശുദ്ധ അമ്മയിലുണ്ടായിരുന്നു. താൻ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അത് ദൈവം നിരസിക്കത്തില്ല എന്ന ബോധ്യവും എന്ന വിശ്വാസവും. നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ ഈ ബോധ്യവും ഈ വിശ്വാസവും കടന്നു വരേണ്ടത്. നീ 1-2 ദിവസം പ്രാർത്ഥിച്ചു, ദൈവം അനുഗ്രഹിച്ചില്ല എങ്കിൽ, നീ ഒരു ധ്യാനം കൂടി ദൈവാനുഗ്രഹം കടന്നു വന്നില്ല എങ്കിൽ നീ ദേവാലയത്തിലേക്കില്ല, ധ്യാനം കൂടാനില്ല, പ്രാർത്ഥനയില്ല എന്നല്ല നമ്മൾ പറയേണ്ടത്. ദൈവം ഇന്നല്ലെങ്കിൽ നാളെ ഉത്തരം തരും. ഈ അമ്മയിലുണ്ടായിരുന്ന ഈ ബോധ്യം, ഈ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ബോധ്യമായി, വിശ്വാസമായി ഈ ദിവസം കടന്നു വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇപ്രകാരം പരിശുദ്ധ അമ്മ അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് നീ എവിടെയുള്ള പരിചാരകരോട് പറയുമ്പോൾ
അത് കഴിഞ്ഞ് ഈശോ എന്താണ് ചെയ്യുക? ഇവിടെ പരിശുദ്ധ അമ്മയുടെ ആഗ്രഹത്തിനുള്ള അനുസരണമായിട്ടാണ് യേശു തൻ്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുക. തൻ്റെ പരിശുദ്ധ അമ്മയുടെ ആഗ്രഹമാണ് വീഞ്ഞു തീർന്നുപോയ ആ കുടുംബത്തിൽ ഈശോ ഇടപെടണം എന്നത്. അമ്മയുടെ ഈ ആഗ്രഹത്തെ ഒരു അനുസരണമായിട്ട് കർത്താവായ ഈശോ ഏറ്റെടുക്കുക. അമ്മയെ അനുസരിക്കുന്ന ഒരു മകൻ, അമ്മയുടെ വാക്കിന് വില കൽപ്പിക്കുന്ന ഒരു മകൻ. പ്രിയമുള്ളവരെ, ഈ വചനഭാഗങ്ങൾ വായിച്ചു നോക്കുമ്പോൾ ഞാൻ നിങ്ങളും ഇതുവരെ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഈ വെള്ളം വീഞ്ഞായതാണ് ഏറ്റവും വലിയ അത്ഭുതമെന്നാണ്. ഈ തിരുവചനം അല്പം കൂടി ആഴമായി നമ്മൾ ധ്യാനിച്ചാൽ ഈ വെള്ളം വീഞ്ഞായി മാറിയതല്ല കേട്ടോ ഏറ്റവും വലിയ അത്ഭുതം. ഇതിനും വലിയൊരു അത്ഭുതം അവിടെ സംഭവിക്കുന്നുണ്ട്. ഏറ്റവും വലിയ അത്ഭുതം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥതയാല് യേശു പ്രവർത്തിച്ച അത്ഭുതമാണ്. അതായത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയാല് യേശു അവിടെ അത്ഭുതം പ്രവർത്തിക്കുകയാണ്. അപ്പൊ ഈ അത്ഭുതത്തിലൂടെ ഈ കാനായിലെ വെള്ളം വീഞ്ഞാക്കി ഈശോ മാറ്റുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, ദൈവം നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥ ശക്തിയുടെ അനുഭവത്തെക്കുറിച്ചാണ്. പരിശുദ്ധ മാതാവ് പറഞ്ഞാൽ ദൈവം തൻ്റെ തീരുമാനങ്ങൾ പോലും പരിശോധിക്കും. കാരണം എൻ്റെ സമയമായിട്ടില്ല എന്ന് യേശു പറഞ്ഞതാണ്. യേശു എൻ്റെ സമയമായിട്ടില്ല, പിതാവ് എനിക്ക് അനുവാദം നൽകിയിട്ടില്ല, തൻ്റെ ദൈവികമായ ദൗത്യം ആരംഭിക്കാൻ ഇനിയും സമയമുണ്ട്. ഇതെല്ലാം യേശു പറയുമ്പോഴും പരിശുദ്ധമ്മ ആവശ്യപ്പെടുന്നതുകൊണ്ട് മാത്രം യേശു തന്നെ ആദ്യത്തെ അത്ഭുതം അവിടെ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയണം കേട്ടോ, ഏറ്റവും വലിയ അത്ഭുതം കാനായിലെ വെള്ളം വീഞ്ഞായി മാറിയതല്ല. അതിലും വലിയ അത്ഭുതം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ വഴി ഈശോ അവിടെ അത്ഭുതം പ്രവർത്തിച്ചതാണ്. അപ്പൊ ഇത്രയും ശക്തമായി നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ പരിശുദ്ധ മാതാവുള്ളപ്പോൾ നമ്മുടെ ജീവിതത്തിന് അനുദിന ആവശ്യങ്ങൾ, നമ്മുടെ ദുരിതങ്ങൾ, നമ്മുടെ ജോലി മേഖല തടസ്സങ്ങൾ, നമ്മുടെ ജോലി പ്രൊമോഷൻ കിട്ടാത്ത മേഖലകൾ, അല്ലെങ്കിൽ വ്യക്തിപരമായ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ, നമ്മുടെ ആത്മീയ ആവശ്യങ്ങൾ, ശാരീരികമായി സൗഖ്യം കിട്ടേണ്ട മേഖലകൾ, നമ്മുടെ കടബാധ്യതകൾ മാറിക്കിട്ടാൻ ഇതെല്ലാം പരിശുദ്ധ അമ്മ വഴി ജപമാല ചൊല്ലി നമ്മൾ കാഴ്ചവെച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചാൽ കിട്ടാത്ത അനുഗ്രഹങ്ങളില്ല. ഒരു ഗതാബോറി ധ്യാനം നടക്കുകയാണ്. ആ ധ്യാന ശുശ്രൂഷയില് ഒരു അപ്പൻ്റെ അമ്മയുടെ കണ്ണുനീരായിരുന്നു. മകൻ ബിസിനി വിസയില് വിദേശത്ത് പോയി. ആ മകന് ബിസിനി വിസയുടെ കാലാവധി തീരാറായിട്ടും ദുബായില് ജോലി ലഭിച്ചിട്ടില്ല. ഈ മകൻ പോയത് ദുബായിലാണ്. ഈ ബിസിനി വിസയുടെ കാലാവധി തീരാൻ ഏതാനും ദിവസങ്ങളേ ഉള്ളൂ. എന്നാൽ ഈ കാലാവധി തീരാനുള്ള ദിവസമൊന്നും ഇവരെന്നോട് പറയുന്നില്ല. ഇവര് പറഞ്ഞാച്ചാ മകന്റെ വിസയുടെ കാലാവധി തീരുന്നതിന് മുമ്പ് മകനെ ഒരു ജോലി കിട്ടാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, ഇല്ലെങ്കിൽ ഞങ്ങളുടെ മകൻ തിരിച്ചു പോരേണ്ടി വരും. ഈ വിദേശത്തുള്ള മകന് വേണ്ടി താബോറിൽ നിന്ന് ഈ മാതാപിതാക്കളുടെ ശിരസ് കൈകൾ വെച്ച് ദൈവമേ ആ മകന്റെ ജീവിതത്തിലേക്ക്, ആ തടസ്സ മേഖലയിലേക്ക് ഒരു അനുഗ്രഹമായി കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് ആ സമയം നൽകിയ ദൈവികമായ സന്ദേശം പ്രിയമുള്ളവരെ ഇപ്രകാരമായിരുന്നു. വിദേശത്തുള്ള ആ മകന്റെ വിസയുടെ കാലാവധി തീരുന്നതിന് മുമ്പ് ജോലി ആ മകന് ലഭിക്കാൻ വേണ്ടി ഈ മകനും ഈ മകന്റെ മാതാപിതാക്കളും 18 ദിവസം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. അതായത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിൽ പ്രാർത്ഥിക്കണം. താബോറ് കഴിഞ്ഞ് 2010 മുതൽ ഏതൊരു വ്യക്തിയുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായി നൽകുന്ന ദൈവികമായ ഒരു സന്ദേശമാണ് പരിശുദ്ധ മാതാവിന്റെ മാധ്യസ്ഥതയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന്. ഇവിടെയും പരിശുദ്ധ ആത്മാവ് ആ സമയം നൽകിയ ദൈവികമായ സന്ദേശമായിരുന്നു ഈ മകന്റെ ജോലി മേഖല തടസ്സം മാറി വിദേശ ജോലി കിട്ടാൻ വേണ്ടി 18 ദിവസം ജപമാല ചൊല്ലി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കണം. ഈ 18 ദിവസം ജപമാല എന്ന് കേട്ടപ്പോൾ ഈ മാതാപിതാക്കൾ കണ്ണുനീരോടെ എന്നോട് പറഞ്ഞു, അച്ഛാ ഈ 18 ദിവസം അവനില്ല, ഞങ്ങളുടെ മകന് ഇനി 10 ദിവസമേ ഉള്ളൂ. ഈ 10 ദിവസത്തിനുള്ളിൽ ഞങ്ങളുടെ മകന് വിദേശത്ത് ജോലി കിട്ടിയില്ല എങ്കിൽ ഞങ്ങളുടെ മകൻ നാട്ടിലേക്ക് മടങ്ങി പോരേണ്ടി വരും. ഈ സമയം ദൈവാത്മാവ് പറയുക, ഈ 18 ദിവസം ജപമാലയിൽ പ്രാർത്ഥിക്കാനാണ്. ഞാൻ അവരോട് പറഞ്ഞു, ദൈവാത്മാവ് പറഞ്ഞതോ ജപമാല ചൊല്ലുക, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ വഴി ദൈവം നിങ്ങളുടെ മകന്റെ ജീവിതത്തിൽ കടന്നു വരും.
ഈ മാതാപിതാക്കളും ഈ മകനും ജപമാല ചൊല്ലി മാതാവിന്റെ മാധ്യസ്ഥയിൽ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. 9ാമത്തെ ദിവസം ദുബായിലുള്ള ഈ മകന് ജോലി ലഭിക്കുകയാണ്. ഈ മകൻ 10ാം ദിവസം തിരിച്ചു പോരേണ്ടതാണ്. തിരിച്ചു പോരുന്നതിന് തലേ ദിവസം ഈ മകന് ജോലി ലഭിക്കുകയാണ്. ഇതൊരു മകന്റെ അനുഭവസാക്ഷ്യമല്ല, 10,000 താമ്പൂരി പറയുന്ന അനുഭവസാക്ഷികളാണ്. അതുകൊണ്ട് ജപമാലയിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ അതിശക്തമായ മാധ്യശക്തിയോടെ വെളിപ്പെടുമ്പോൾ ഈശോ ഒരിക്കലും അനുഗ്രഹം തരാതെ മാറി നിൽക്കില്ല കേട്ടോ. എൻ്റെ സമയം ഇനി ആയിട്ടില്ല എന്ന് തൻ്റെ പ്രിയപ്പെട്ട മാതാവിനോട് പറഞ്ഞ ഈശോ മാതാവിൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടി അനുസരണത്തെ പ്രതി തൻ്റെ ആദ്യത്തെ അത്ഭുതം കാനായിൽ പ്രവർത്തിക്കുമ്പോൾ ഇന്ന് ഈ ശുശ്രൂഷയിലായിരിക്കുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും കുടുംബത്തിലും സമൂഹത്തിലും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ വഴി ജപമാലയിലൂടെ ദൈവം അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം. ഈ ദിവസം ജപമാലയിൽ ഈ നിയോഗം വെച്ച് ജോലിമേൽ തടസ്സമുള്ളവരെയും മറ്റു നിയോഗങ്ങളെയും കാഴ്ചവെച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. ഇന്ന് നമ്മൾ പ്രത്യേകമായി നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന മേഖല ജോലി തടസ്സം അനുഭവിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയാണ്. ഇന്ന് അനേകായിരങ്ങളാണ് ഒരു ചെറിയ ജോലിയെങ്കിലും കിട്ടാതെ ഭാരപ്പെട്ട് കഴിയുക. അനേകര് കണ്ണുനീരോട് പറയുന്ന ഒരു പ്രാർത്ഥന നിയോഗമാണ്. അച്ഛാ, ഒരു ചെറിയ ജോലിയെങ്കിലും കിട്ടാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അച്ഛ, ചെറിയ ജോലിയെങ്കിലും കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ജോലിയില്ലാത്ത ഒരു വ്യക്തിയുടെ നൊമ്പരം പ്രിയമുള്ളവരെ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു വേദനയാണ്. ജോലിമേൽ തടസ്സം മാറാൻ വേണ്ടി ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ വചനം എന്താണ് പറയുക? സമാപ്രസംഗന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 13-ാമത്തെ വചനം പറയുകയാണ്, എല്ലാ മനുഷ്യരും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും അധ്വാന ഫലം ആസ്വദിക്കുകയും ചെയ്യുക എന്നത് ദൈവത്തിന്റെ ദാനമാണ് എന്ന വചനം പറയുകയാണ്. എല്ലാ മനുഷ്യരും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും അധ്വാന ഫലം ആസ്വദിക്കുകയും ചെയ്യുക എന്നത് ദൈവത്തിന്റെ ദാനമാണ് എന്ന വചനം പറയുക. ജോലിമേൽ തടസ്സമുള്ളവര് ഈ വചനം പല പ്രാവശ്യം ഒരുപെട്ട് പ്രാർത്ഥിക്കണം. വീണ്ടും പൗലോസ് ശ്ലീഹ കൊളോസ്യോസിലെ സഭയ്ക്ക് ലേഖനം 3-ാം അധ്യായം 23-ാം വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ തിരുവചനം പറയുകയാണ്, നിങ്ങളുടെ ജോലി എന്ത് തന്നെയായിരുന്നാലും മനുഷ്യനെയല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയ പരമാർത്ഥതയോടെ ചെയ്യുവേ. നിങ്ങളുടെ ജോലി എന്ത് തന്നെയായിരുന്നാലും മനുഷ്യനെയല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയ പരമാർത്ഥതയോടെ ചെയ്യുവേ. ഏത് ജോലിയും അനുഗ്രഹമായി കാണാൻ സാധിക്കണം. ഈ വചനവും ഉരുവിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ജോലിമേൽ തടസ്സങ്ങളെ കർത്താവ് ഏറ്റെടുക്കും. നീ വീണ്ടും പുറപ്പാടിന്റെ പുസ്തകം 33-ാം അധ്യായം 19-ാം വചനം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. അവിടെ തിരുവചനം പറയുകയാണ്, എനിക്ക് ഇഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കും, എനിക്ക് ഇഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും. എനിക്ക് ഇഷ്ടമുള്ളവനെ ഞാൻ പ്രസാദിക്കും, എനിക്ക് ഇഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും. ഈ വചനം വെച്ച് നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. ഇനി നമ്മൾ ദൈവിക ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. ജോലി തടസ്സമുള്ള എല്ലാ മക്കളെയും നമ്മൾ ഇന്നത്തെ ആരാധനയെ കാഴ്ചവെക്കും. പരിശുദ്ധമ്മയുടെ മാതൃശക്തിയുടെ വലിയ വിശ്വാസം ഒരു വ്യക്തിയിലും വെളിപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. ആരാധന കഴിഞ്ഞ് പ്രിയമുള്ളവരെ, ഈ ദിവസത്തെ ജപമാല ഈ ദിവസം നിയോഗത്തിനു വേണ്ടി പ്രത്യേകമായി നമുക്ക് കാഴ്ചവെക്കാം. അതോടൊപ്പം തന്നെ അമ്മയോടൊപ്പം എന്ന ഈ ആത്മീയ ശുശ്രൂഷ നമ്മൾ യൂട്യൂബിലൂടെ കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട അനേകം മക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അവരുടെ ജീവിതത്തിലേക്കും ഈശോ കടന്നു വരാൻ വേണ്ടി, അവരും പരിശുദ്ധ അമ്മയെ കുറിച്ച് തിരിച്ചറിയാൻ വേണ്ടി, അവരും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്ന മക്കളായി മാറാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രഭുവേ ആരാധന, ആശ്വാസപ്രദനേ ആരാധന. യേശുവേ 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 ആരാധന ആരാധന. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യേശുവേ 5-ാം ദിവസത്തെ അമ്മയോടൊപ്പം എന്ന ഈ ശുശ്രൂഷയിൽ ദൈവികനാരാധനയിൽ പങ്കുചേരുമ്പോൾ തിരുവസ്തുവിനായ ഈശോയെ ഞങ്ങളങ്ങേ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്
പരിശുദ്ധ അമ്മയുടെ മാതൃശക്തിയിലൂടെ അനേകം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് തരണമേ എന്ന് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 4-5 തിരുവചനങ്ങൾ വായിച്ചപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചു. അവിടെ പരിശുദ്ധ അമ്മ തൻ്റെ പ്രിയപ്പെട്ട മകനോട് പറയുന്നുണ്ട്, മകനെ അവർക്ക് വീഞ്ഞില്ല. കാനായിലെ വിവാഹ വിരുന്നിൽ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഈ കുടുംബത്തിൻ്റെ വേദനയും നൊമ്പരവും തൻ്റെ പ്രിയപുത്രൻ്റെ അടുക്കൽ വന്ന് പരിശുദ്ധമ്മ പറയുമ്പോൾ ഈശോ പറയുന്ന മറുപടി, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്നാണ്. ലോകത്തിലെ ദൈവികമായ ദൗത്യം ആരംഭിക്കാൻ പിതാവ് നിശ്ചയിച്ച സമയമായിട്ടില്ല എന്നാണ് ഈശോ ഇവിടെ അർത്ഥമാക്കുക. ഇന്ന് എനിക്ക് സമയമായിട്ടില്ല എന്ന് ഈശോ പറയുമ്പോൾ ഈ വാക്കുകളൊന്നും പരിശുദ്ധ മാതാവിനെ നിരുത്സാഹപ്പെടുത്തുന്നില്ല. പരിശുദ്ധ അമ്മ പരിചാരോട് പറയുക, അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യാനാണ്. ഈശോ ഇപ്രകാരം പറയുമ്പോഴും പരിശുദ്ധ അമ്മയുടെ ഉള്ളിൽ വലിയൊരു വിശ്വാസം ഉണ്ടായിരുന്നു, തന്നെ പ്രിയപുത്രൻ ഒന്നും നിരസിക്കത്തില്ല എന്ന്. എന്നാൽ ഈശോയെ ഈ ദൈവിക ആരാധനയിൽ പങ്കുചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളും ഈ സമയം വിശ്വസിക്കുകയാണ്, ഞങ്ങൾ ഈ സമയം ഏറ്റുപറയുകയാണ്. ഞങ്ങൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയോട് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ നിരസിക്കത്തില്ല. ഈ ഒരു വിശ്വാസവും ഈ ബോധ്യവും തിരുവോസ്തുര്യനായ ഈശോയെ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ അത്ഭുതമായിട്ട് കർത്താവ് നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മാധ്യശക്തിയുടെ അത്ഭുതത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി ആവശ്യപ്പെട്ട ഈശോയെ അവിടുന്ന് അത് നിരസിക്കത്തില്ല നിങ്ങൾ വിശ്വസിക്കുകയാണ്. ഇത് വലിയൊരു ബോധ്യമായി ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുക. എനിക്ക് സമയമായിട്ടില്ല എന്ന് പറയുമ്പോഴും പരിശുദ്ധ അമ്മയുടെ ആവശ്യപ്രകാരം ആഗ്രഹപ്രകാരം അവിടെ അത്ഭുതം പ്രവർത്തിച്ച ഈശോയെ ഇന്നേ ദിവസം പ്രത്യേകമായി നമ്മൾ കാഴ്ചവെക്കുക. ജോലി മേഖല തടസ്സമുള്ള എല്ലാ മക്കളെയാണ്. ജോലി തടസ്സമുള്ളവർ, ജോലി മേഖലയിൽ സ്ഥിരപ്പെടാൻ ബുദ്ധിമുട്ടുള്ളവർ, ജോലി പ്രൊമോഷൻ കിട്ടാൻ തടസ്സമുള്ളവർ, ജോലി മേഖലയിൽ ശമ്പളം കിട്ടാൻ തടസ്സമുള്ളവർ, കർത്താവെ അവരെ കണ്ണുനീര് നൊമ്പരങ്ങളെല്ലാം കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. അവരിലേക്ക് സമയം കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുക. പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 19-ാം വചനം വെച്ച് പ്രാർത്ഥിക്കുക. എനിക്കിഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കും, എനിക്കിഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും. ഈശോ കടന്നു വരാൻ വേണ്ടി, ജോലി മേഖല തടസ്സങ്ങളെല്ലാം വിട്ടുപോകാൻ വേണ്ടി, പരിശുദ്ധ അമ്മയിലുള്ള മാതൃശക്തിയിൽ വലിയ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഈ സമയം നമുക്ക് ചേർത്ത് പാടാം. യേശുവിൻ നാമത്തിൽ വിടുതൽ, യേശുവിൻ നാമത്തിൽ വിടുതൽ, യേശുവിൻ നാമത്തിൽ സൗഖ്യം, യേശുവിൻ നാമത്തിൽ വിടുതൽ, യേശുവിൻ നാമത്തിൽ സൗഖ്യം, യേശുവിൻ രക്തത്താൽ തിരുക്കുരിശിൻ ചുവട്ടിൽ പാപവും രോഗവും മാറട്ടെ, എന്റെ ബന്ധനവും കെട്ടുകളും അഴിയട്ടെ. പാപവും രോഗവും മാറട്ടെ, എന്റെ ബന്ധനവും കെട്ടുകളും അഴിയട്ടെ. ഇരുകരം ഉയർത്തി വിളിക്കുന്നു, യേശുവേ എന്ന് വിളിക്കുന്നു. യേശുവേ, 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 യേശുവേ. ഈശോ തരുന്ന ആശീർവാദം നമ്മൾ സ്വീകരിക്കുന്ന സമയം സാധിക്കുന്നവരും മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ശിരസ്സ് നമിച്ച് ഈശോ തരുന്ന ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഈ ദൈവിക ആരാധനയ്ക്ക് ശേഷം ഇന്നേ ദിവസത്തെ ജപമാല, ഈ ദിവസത്തെ യോഗത്തിന് വേണ്ടി ചൊല്ലി കാഴ്ചവെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരേ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ, 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 യേശുവേ.
പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. എന്നുമെന്നും അങ്ങേക്കാരാധന. ജപമാലയൊരെണ്ണം കയ്യിലുണ്ടെങ്കിൽ ഇഹലോക ജീവിതം ധന്യമാക്കാം. ജപമാലയൊരെണ്ണം കയ്യിലുണ്ടെങ്കിൽ ഇഹലോക ജീവിതം ധന്യമാക്കാം.